നമസ്കാരം, ഞാൻ മൃണാൽ. എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ശ്രീകുമാർ പള്ളിയത്തുണ്ട്. മൂപ്പര് SP ദ ഇന്ത്യൻ ട്രാവലർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണ് കഴിക്കുകയാണ്. ഗോപിയേട്ടൻ പറഞ്ഞ പോലെ ചെതറിത്തെറിക്കുന്ന ചോറ്, ഒരു സിമ്പിൾ അച്ചാറ്, ഒരു കറി, ചീര, ഉള്ളി, തക്കാളി, ഈ പപ്പടം ഉണ്ടല്ലോ, ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് മീൻ കറി അല്ലേ? ആ, ചിക്കൻ ഫ്രൈ വെച്ചു. പൊള്ളം നിറഞ്ഞ പപ്പടം, അത് ഈ കളറിൽ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാകം പപ്പടത്തിൻ്റെ. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ക്യാൻറ്റീനായിട്ട് തോന്നുന്നില്ല. കറികളൊക്കെ റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെയുണ്ട്. സാമ്പാറൊക്കെ തണുത്തു. 3:30-4 മണി ആയില്ലേ? ഒരു ക്യാൻറ്റീൻ ഭക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര നല്ലതാണ്. അവിടെ പൊളിയാണ്. സൂപ്പർ അച്ചാറ്, ചെറിയ മധുരമുണ്ട്, റിഫ്രഷിങ് ടേസ്റ്റ്. ചുരുപ്പേരി, കറു മുറു ഫ്രൈ, ഒരു മുള്ളു പോലും ബാക്കിയില്ല. കൊള്ളാലും പരിപാടി. സൂപ്പർ മീൻ. ഒരു ഊണിന് 50, ഒരു ചിക്കൻ ഫ്രൈ 50, പിന്നെ മീൻ, മത്തി കറി ഉണ്ട്. ആ, കറിക്ക് എത്രയാ? 40. അപ്പൊ ഫിഷ് ഫ്രൈക്കോ മത്തി ഫ്രൈക്കോ ഇത് നിങ്ങൾക്ക് മുതലാവുമോ? നിങ്ങൾ കൊച്ചിയിൽ ഈ അധികം പൈസ ഇല്ലാതെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, ഇതാണല്ലോ നിങ്ങളുടെ അല്ലേ ഈ പ്രവേശ കൊച്ചിയിലെ വിഷയം. സത്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പലതും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ? പ്രതീക്ഷേനേക്കാളും കൂടുതൽ പൈസയല്ലേ പലപ്പോഴും ചിലവാകും. അപ്പോൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്ന, ബ്ലോഗിങ് അല്ല ഞാൻ പറയുന്നത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷേനേക്കാളും കൂടുതൽ പൈസ എങ്ങനെയാണ് ചിലവാകുക? പ്രതീക്ഷേനേക്കാളും കൂടുതൽ പ്രധാനമായിട്ടും ഭക്ഷണം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഫുഡ് വെറൈറ്റീസ് ഒരു സ്ഥലത്ത് പോയി കണ്ടു, പിന്നെ ജസ്റ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ടോപ്പ് ഫുഡ് ഒരു കാണുന്ന സമയത്ത് അവിടെ പോയി കുറച്ച് ചിലവാകും. ഫുഡിന് തന്നെയാണ് കൂടുതലായിട്ട്. ഈ ട്രാവലിംഗ് എക്സ്പെൻസ്, ഈ വെല്ലുണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഒരു ദിവസം ഒരു 200 രൂപയ്ക്കാണ് എനിക്ക് കിട്ടുക. പക്ഷെ 4 ദിവസം അധ്വാനമാണ് ഒരു കിൻഡൽ വെല്ലുണ്ടാക്കുന്നത്. അതൊക്കെ അത് നല്ലൊരു ബ്ലോഗായിട്ട് തന്നെ കിട്ടി. നമുക്ക് ബ്ലോഗിങ്ങിൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണ് ചില സമയത്ത്. അല്ല, ഈ വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വ്ളോഗ് ചെയ്യുന്നതിന് എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ എക്സ്പെൻസ് വരുന്നത്. ഈ പർപ്പസ്ഫുള്ളി നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടും ടെമ്പിൾ കണ്ടും മടങ്ങിപ്പോയി
ഇതില് ഇപ്പൊ ഒരാളൊരു സാധാരണ ഇപ്പൊ ബ്ലോഗൊന്നും ചെയ്യുന്നില്ല എന്ന് വെക്കാം, ഒരു സാധാരണ മനുഷ്യൻ അയാൾ ട്രാവൽ ചെയ്യണം. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷിക്കാത്ത ചെലവ് എങ്ങനെയാണ് യാത്രയിൽ ഉണ്ടാവുക? പ്രതീക്ഷിക്കാത്ത ചെലവ് കൂടുതലും ഫുഡ് റിലേറ്റഡ് ആയിരിക്കാം. ഫുഡായിട്ട് റിലേറ്റഡ് അയാളൊരു എക്സ്പെൻസ് ഇപ്പോൾ അയാൾ വിചാരിക്കും ഞാനൊരു എൻ്റെ ഈ ഒരു ബഡ്ജറ്റ് 500 രൂപയാണ്. ഇത് മിക്കവാറും പിന്നെ അയാൾ ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് വലിയൊരു പ്രശ്നമല്ലേ? പ്രശ്നമാണ്. ചില സ്ഥലത്തിലെ മോഹങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സായിരിക്കാം, ഒരു ചെരുപ്പായിരിക്കാം, വേറെ എന്തെങ്കിലും വെച്ചാൽ ബഡ്ജറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണത് വാങ്ങിക്കും. ഇപ്പോൾ ഭക്ഷണം തന്നെ ഒരു ദിവസം 1000 രൂപ അഡീഷണൽ ആയാൽ 5 ദിവസത്തേക്ക് 5000 രൂപയല്ലേ അല്ലേ? ഇന്നലെ ഞാൻ രാത്രി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ രാത്രി പൊതുവെ വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. ചെറിയൊരു അപ്പോൾ ഞാനങ്ങനെ ഒരു 8 മണിയോടുകൂടി റൂമിൽ നിന്ന് ഇറങ്ങി ചെറിയ തട്ട് ദോശ, എനിക്കത് ഇഷ്ടമാണ്, ചെറിയ ദോശ. അങ്ങനെ നടന്ന് ഒരു ഒരു ബൾക്ക് ആൾക്കാരിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ബാർബിക്യൂ നേഷൻ, അത് ഒരു ഇതിൻ്റെ 6th ഫ്ലോർ. ഞാൻ ചെയ്താലും വെച്ച് വന്നു നോക്കാം. പക്ഷെ അപാരം ആരും പറഞ്ഞു ബാക്കി ഞാൻ തിരക്കാണ്, ബുക്കിംഗ് ആണ്, ബുക്കിംഗ് ഇല്ലാണ്ട്. ഞാനിങ്ങനെ ഒരു വിഷമത്തോടെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാനയാൾ പറയാം കാസർഗോഡ് നിന്ന് വരുന്നതാണ്, എന്നാൽ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞു. അത് ഭയങ്കര റിസർവേഷൻ സിസ്റ്റത്തിൽ, പക്ഷെ നല്ല ഹെൽത്തി ഹൈജീൻ ഇഷ്ടം പോലെ. പിന്നെ പിന്നെ അവിടെ പറയുന്നത് പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസ് 600 രൂപ ഒരു 30 രൂപയിൽ ഒതുങ്ങുന്ന സംഗതി എൻ്റെ 20 ടൈംസിലേക്ക് പോയി. പക്ഷെ നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം അത് കാണുന്ന സമയത്ത് ശരിക്കും ആഗ്രഹങ്ങൾ പുറകെ പോകുന്നതുകൊണ്ട് തന്നെയാണ് എക്സ്പെൻസ് വർദ്ധിക്കുന്നത്. ബോട്ടം ഓഫ് ദ മൈൻഡ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ ഫോളോ ചെയ്താൽ അത് വെറുതെ വീട്ടിലിരുന്ന് ചിലവൊന്നും ഉണ്ടാവില്ല. നടന്നു വ്ളോഗിങ് തുടങ്ങുമ്പോൾ എൻ്റെ മൈൻഡിൽ ഭയങ്കര ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ദിൽവാല ദുൽഹനിയ ലേ ജായേംഗെ ഷാറൂഖ് ഖാൻ്റെ ഷാറൂഖിൻ്റെ മിക്ക പടങ്ങളിലും ഉണ്ട് ആ ഒരു മഞ്ഞ പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടുള്ള കടുക് പാടങ്ങൾ. ഭയങ്കര എനിക്കെന്തോ ഒരുപാട് തവണ എൻ്റെ ഒരു ഡ്രീംസിലേക്ക് അത് വന്നിട്ടുണ്ട്. ഇത് കിട്ടിയത് പഞ്ചാബിൽ പോയിട്ട്, അതായത് പറഞ്ഞു പഞ്ചാബിൽ പോയിട്ട് ഔചാരികമായിട്ടൊരു പയ്യനെയും പരിചയപ്പെടുന്നു. അങ്ങനെ അവൻ എന്നെയും കൂട്ടിയിട്ട് ബോർഡറിലേക്ക് പോകുന്നു. ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ്. ഒരു കറക്റ്റ് ടൈമിംഗ് ആണ്. ഒരു 5:50 തന്നെ കറക്റ്റ് നമ്മൾ അവിടെ എത്തി. അപ്പോൾ ആട്ടാരി ബോർഡർ ക്രോസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കറക്റ്റ് അടിപൊളി പടങ്ങളൊക്കെ. അതൊക്കെ നമ്മളൊരു മെമ്മറിയാണ്. എന്ത് ബ്ലോഗ് ചെയ്ത് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരങ്ങളാണ് ഇതല്ല, ഓർമ്മകൾ. ഭയങ്കര അതൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം എന്നോട് നാട്ടിൽ നിന്ന് ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടിൻ്റെ അപ്പുറം എപ്പോഴാണ് പോകുക? ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെയാണല്ലോ, എപ്പോഴാണ് പോകാമെന്ന് ചോദിച്ചു. ഞാൻ അടുത്ത ദിവസം ഞാൻ ആളവിടെ പഞ്ചാബിലെത്തിയിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ പഞ്ചാബിലാണ്. അപ്പോൾ നിങ്ങളോടുള്ളൊരു ചലഞ്ചോട് കൂടിയാണ് തിരുപ്പതി പോകുമ്പോൾ താഴ്ന്ന ഇതുവരെ ഇല്ലാത്തൊരു സെക്യൂരിറ്റി ചെക്ക്. ഞാൻ മുൻപേ പോയതാണ്. സെക്യൂരിറ്റി ചെക്ക് ആൾക്കാർ ചോദിക്കാൻ റിസർവേഷൻ ഉണ്ടോ, ഇവൺ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന കണ്ടക്ടറിൽ ചോദിക്കുകയാണ് റിസർവേഷൻ ഉണ്ടോ ചോദിച്ചു, ഓൺലൈൻ റിസർവ് ചെയ്തിട്ടുണ്ടോ. ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു പോയിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പക്ഷെ മുകളിലെത്തുമ്പോൾ പതിവില്ലാത്തൊരാൾക്കൂട്ടം. അപ്പം നമ്മളൊന്നും വിചാരിച്ചു എന്താ ഇത് ഇങ്ങനൊരു അനുഭവമുള്ളത്. ആൾക്കൂട്ടങ്ങളൊക്കെ ശരിക്കും മണ്ണെറിഞ്ഞു കഴിഞ്ഞാൽ താഴെ പോകാത്ത ആ രീതിയിലുള്ള ജനക്കൂട്ടം, ഒരു ഉത്സവം പോലെ. പക്ഷെ അത് അന്ന് നമുക്കൊരു ഭയങ്കര ലക്കായിരുന്നു. കാരണം ഇത് രഥസപ്തമി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളം മുടങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ആ 1.5 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ചടങ്ങിലാണ് നമ്മൾ എത്തിയത്. അത് കറക്റ്റ് ടൈമിൽ 4:30 എന്നുള്ളൊരു സമയത്ത് നമ്മളവിടെ എത്തുന്ന ആ സമയത്താണ് വലിയൊരു രഥങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ആ സമയത്ത് വലിയൊരു അത്ഭുതം പോലെ ഒരു സംഭവം അവിടെ നടന്നു. ആ സമയത്ത് നമ്മളതൊക്കെ പിന്നീട് അതിൻ്റെ ഒരു ഇത് അറിയുന്നത്, ഒരു ഈ ഗരുഡ വാഹനം അങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു പരുന്ത് താഴത്തേക്ക് പറന്നു വന്നു. ഇത് ആൾക്കാരൊക്കെ മുകളിലോട്ട് നോക്കി ആർപ്പ് വിളിക്കുകയാണ്. അപ്പം എൻ്റെ ബാക്കിലൊരു അമ്മ പറഞ്ഞു, മോനെ നീ ഭയങ്കര ലക്കിയാണ്, നീ ഈ ദിവസം ഞാൻ അമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഈ ദിവസം തന്നെ നീ ഇവിടെ വന്നത് നോക്കി പരുന്തെത്തി. അവരുടെ ഒരു വിശ്വാസമായിരിക്കും അത്. പക്ഷെ അത് എനിക്കൊരു ഭയങ്കര അത്ഭുതമായി. ഈ കറക്റ്റ് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തില്ല. ഹൈദരാബാദ് നേരെ നാട്ടിലേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഒരു ടിക്കറ്റ് കിട്ടി. അങ്ങനെ തിരുപ്പതിയിലേക്ക് വന്നു. അങ്ങനെ ചില നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചില ഭാഗ്യങ്ങൾ. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഒരു പ്ലാൻ എങ്ങനെയാണ്? നിങ്ങളുടെ ജോലി, കുടുംബം, ഇതിൻ്റെ ഇടയിൽ ഇതെങ്ങനെയാണ്? ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാണ്. പക്ഷേ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ജോലി ചെയ്യാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് PGക്ക് പോകുന്നത്. അത് സ്റ്റൈലാക്കിയതല്ല, കാരണം കയ്യിൽ കാശില്ല. കാരണം ആ സമയത്ത് കെമിസ്ട്രിയാണ് ഞാൻ BSc ചെയ്തത്.
ആ. MSc കിട്ടാന്ന് വെച്ചാൽ നാട്ടിൽ വലിയ പാടാണ്. അതെ. അങ്ങനെ തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. ഡിണ്ടിഗൽ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. PG അവിടെ ചെയ്തത്. ആ സമയത്ത് എനിക്കും ആക്ച്വലി ഒരു 2 to 3 ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങൾ വില്ലേജ്. എൻ്റെ കൂടെ പഠിച്ച ഏകദേശം 10-16 വില്ലേജിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പല തേനി, കമ്പം. അപ്പോൾ അങ്ങനെ കുറേ യാത്ര ചെയ്തു. അങ്ങനെയാണ് യാത്രേൻ്റെ ട്രേസ് വന്നത്. ഇപ്പോൾ ജീവിത പ്രാരബ്ധം കൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ യാത്ര മുടങ്ങുന്ന മാറ്റി വെച്ചു. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം ഒരു ഇത്രയും വർഷങ്ങൾ 2002 മുതൽ ഇത്രയും വർഷങ്ങൾ 2018 വരെ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ആയെന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കായിട്ട് വീട് കാര്യങ്ങൾ വണ്ടികളുണ്ടാക്കി, വണ്ടികൾ വാങ്ങിച്ചു. പിന്നെ 2 ആൺകുട്ടികളാണ്. കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു. പിന്നെ എന്താണ് എൻ്റെ ഫാദറും എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നൊരു വീട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ കോംപ്ലക്സാണ് എൻ്റെ വീട്. കാരണം അച്ഛനും അമ്മയും എല്ലാവരും മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണ്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഈ കട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. ഇതെപ്പോഴാണ് പൊളിഞ്ഞ് താഴെ വീണാണെന്ന് അന്ന് എല്ലാവരും പറയും, എടാ ഇന്ന് മഴ വരുന്നുണ്ട്, മഴ വരുന്ന ദിവസം എനിക്ക് ഉറക്കില്ല. അപ്പം ഞാനും അമ്മയും വലിയൊരു ദ്വാരമുണ്ട്. എത്രയോ വയസ്സും പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ അതിന് വരെയുള്ളൊരു സാമ്പത്തികമില്ല, അത് ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്കില്ല. അങ്ങനെ ഈ മഴക്കാലത്തൊക്കെ പേടിച്ചിട്ട് നമ്മൾ കഴിയും. അപ്പം മൈൻഡിൻ്റെ അടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു കോംപ്ലക്സ് ആയിരുന്നൊരു വീട്, ഉറപ്പുള്ളൊരു വീട്. അത് ഞാൻ നല്ലൊരു വീട് തന്നെ എൻ്റെ നാട്ടിൽ അച്ചീവ് ചെയ്തു. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയിട്ട് തോന്നി. സന്തോഷം. സ്വന്തമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സന്തോഷം. പിന്നെ പണ്ട് മുതലേ ഒരു ഇതുണ്ട്, ഒറ്റയ്ക്ക് നമുക്ക് വേറെ ആരും ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് മൈൻഡിൻ്റെ പ്രോഡക്റ്റിൽ എവിടെ വന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചു, ആരോടും കൈനീട്ടാതെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും യാത്രയോടുള്ള ഒരു അഭിനിവേശം മനസ്സിലുണ്ട്. കല്യാണം കഴിക്കുമ്പോഴും കുട്ടികളെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോഴും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോൾ തിരക്കുള്ളൊരു സമയമാണ്. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി. അപ്പോൾ അങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ വന്നത്. ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളായി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ വീക്കിലി 2 ദിവസം എനിക്ക് ക്ലാസ് എടുക്കും, ബാക്കി 5 ഡേയ്സും ഫ്രീ ആണ്. അപ്പോഴാണ് ഇത് വീണ്ടും തികട്ടി പുറത്തേക്ക് വന്നത്. അത് വിടുന്നില്ല എന്നെ, യാത്ര ചെയ്യണം. അങ്ങനെയാണ് ചെറിയ ചെറിയ യാത്രകൾ അടക്കി വെക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി. ഒരു നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു വ്ളോഗിങ് സ്റ്റാർട്ട്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ കർണാടക ജോഗ് ഫാൾസ്, കൊല്ലൂർ ടെമ്പിൾ അങ്ങനെയൊക്കെ പോയി. ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൊച്ചിയിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അതാണല്ലോ. അപ്പൊ ഈ പൈസയും യാത്രയും വലിയൊരു പ്രശ്നമല്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടായാലും അല്ലേ? ഒരു സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊച്ചിയിൽ പോകാമെന്നുള്ള ഒരു കൺസെപ്റ്റിന് വേണ്ടി ഞാനിവിടെ വന്നത്. അതൊരു ഷൂട്ടിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒരു ബസ് കയറി വന്നാല് കാരണം ഇത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഭക്ഷണമാണ്, അല്ലേ? ചിക്കൻ ഉണ്ട്, മീനുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ഒരു ക്യാൻറ്റീൻ നമുക്ക് തോന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോ എന്റെ ഓർമ്മയിൽ പയ്യന്നക്കോടയിലെ ക്യാൻറ്റീനാണ്. അതായത് ഒന്നും ഉണ്ടാവൂല. ഒരുപാട് മാറിപ്പോയി. ഞാനൊക്കെ പഠിക്കുന്നത് ഏത് കാലത്ത് എത്രയോ കൊല്ലായിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതൊക്കെ. പിന്നെ എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ പറ്റൂല, അത്രയും. അപ്പൊ പക്ഷെ എന്നോട് ഒരുപാട് ആൾ പറഞ്ഞു ഇതിങ്ങനൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഈ ക്യാൻറ്റീൻ മാത്രമല്ല, വേറെ പല സ്ഥലത്തും പല പോലീസ് ക്യാൻറ്റീനുകൾ. കോട്ടയത്ത് ഒരു പോലീസ് ക്യാൻറ്റീൻ ഉണ്ടെന്ന് കുറേ നാളായി ഒരുപാട് പേര് പറയുന്നു. ഞാൻ ഇത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇത് സാധാരണ യാത്രക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ ഇടവില്ലെങ്കിൽ യാത്രക്ക് അർത്ഥമില്ല. എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ ബ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് അല്ലെങ്കിൽ വല്ല വീട്ടുകാരൊക്കെ പോകേണ്ടത് ഞാനിതാ തിരിച്ചു വരുന്നു പറയുമ്പോൾ തിരിച്ചു വന്ന് വണ്ടി നാട്ടിലെത്തുമ്പോഴും കിട്ടുന്നൊരു സന്തോഷം. ശരിക്കും അതാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് റിട്ടേണിക്കുമ്പോൾ ആ ഒരു സന്തോഷമാണ്. നമ്മളെന്തോ നേടി. പക്ഷെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത അസുഖം തുടങ്ങും. അത് വേറെ പ്രശ്നം. തലേന്നൊക്കെ വൈഫിനോട് വിളിച്ചു പറഞ്ഞു ഇനിയില്ല, ഇനി ഒരു മാസത്തേക്ക് പക്ഷെ അടുത്ത ദിവസം തുടങ്ങും. നമുക്ക് നമ്മുടെ ഉള്ളിലായത് ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ട്. ഇതേ പ്രശ്നം ഗൾഫുകാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ദുബായിൽ നിന്നൊക്കെ പല സ്റ്റാഫും പറയും ഇനിയില്ല, നിർത്തി, നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ വലിയ യാത്രയപ്പൊക്കെ കൊടുത്തിട്ട് കുറേ കൊല്ലം വർക്ക് ചെയ്തായിരിക്കും നമുക്ക് വേണ്ടിയിട്ട്, കമ്പനിക്ക് വേണ്ടിയിട്ട് യാത്രയൊക്കെ കൊടുത്ത് നാട്ടിലായിരിക്കും. ഒരു 2.5 മാസം കഴിയുമ്പോൾ കോള് വരും ഇവിടെ നിൽക്കാൻ. പക്ഷെ കേരളം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് യാത്രയുടെ ഒരു സംഭവം. അതൊരു അൺഫിനിഷ്ഡ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശരിക്കും കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ജോലി, വീട്, സ്ട്രെസ് ഭയങ്കരമായിരുന്നു.
കാരണം ഞാൻ പലപ്പോഴും എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ തന്നെ 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഡോക്ടറോട് പറയും. അപ്പോൾ എനിക്ക് പരിചയമുള്ള പറയും, ഡോക്ടർ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിനക്കൊരു അസുഖമില്ല, എത്ര വയസ്സ് പറഞ്ഞു. പക്ഷെ മനസ്സിന് ഒരു പേടിയും അല്ലേ. വ്ളോഗിങ് തുടങ്ങിയെങ്കിൽ പിന്നെ എൻ്റെ ഹെൽത്ത് ഒരു 99% ഓക്കെയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യാണ് മെന്റലി നമുക്ക്. കാരണം നമ്മൾ തന്നെ നമ്മുടെ ബോഡീനെ പരുവപ്പെടുത്തുകയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക. കാരണം നെക്സ്റ്റ് ഡേ നമുക്കൊരു യാത്ര പോകാനുണ്ട്. ശരിക്കും നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുമ്പോൾ സാറ് പറയാറുണ്ട് ഉറക്കം വരില്ല. ഉള്ളിൽ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ വരികയാണ്. നാളെ യാത്രയുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച യാത്ര. ആ 3 ദിവസം 4 ദിവസം ഇത് കഷ്ടപ്പാടായല്ലേ. ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ മാസം 25-ാം തീയതിയാണ് മിക്കവാറും യാത്ര പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള 25 ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ സ്ട്രെസ്സിൽ നിൽക്കണം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു മെസ്സേജ്, ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്, സ്ട്രെസ്സ് ഉണ്ടായാലും കുഴപ്പമില്ല, 25-ാം തീയതി നമുക്ക് ശരിക്കും എനിക്ക് തോന്നിയ പണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുന്ന അതേ ഒരു ടെക്നിക്ക് തന്നെയാണ്. എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ കാര്യം. ഇവിടെയുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ മാഷന്മാരുണ്ട് പറഞ്ഞു തരാൻ എവിടെ പോകണം, അത് ആ പണി നമ്മൾ തന്നെ എടുക്കണം അല്ലേ. ഇപ്പൊ കൊച്ചി കേരളത്തിലെ ആളുകൾക്ക് വരാൻ താല്പര്യമുള്ളൊരു സ്ഥലമാണ്. ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം, ലുലു മോളിൽ വരും, മെട്രോയിൽ കയറും. അപ്പൊ അത് രണ്ടും ആകുമ്പോൾ ഏകദേശം കൊച്ചിയായി. പിന്നെ പറ്റുമെങ്കിൽ ഫോട്ടോ വെച്ച് വരുമെന്ന് പോകും. ബിനാലെയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പോകും, പിന്നെ കഴിഞ്ഞു. പക്ഷെ സത്യത്തിൽ നമ്മൾ ഒന്നുകൂടെ മെനക്കെട്ടാലും നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടൂലേ. ചെറിയ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഒരു യാത്രയിൽ അതും കൂടെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ധാരാളം പിള്ളേർ പല സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഇപ്പം ലുലു മോള് കാണാൻ വേണ്ടി അല്ലെങ്കിൽ മെട്രോ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ വരുന്നതാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ഒരു സാധാരണ ഒരാൾക്ക് കുടുംബത്തോടു കൂടി കൊച്ചിയിൽ വന്നിട്ട് ഒരു 2 ദിവസം താമസിച്ച് തിരിച്ചു പോകാൻ ഏകദേശം എത്ര പൈസ വേണ്ടി? ശരിക്കും നമ്മളവർ താമസിക്കുന്ന ഒരു ബഡ്ജറ്റ് ഹോട്ടലൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 3000 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 3000 മതിയോ? മെട്രോ നല്ല ഹെൽപ്പാണ്. മെട്രോ നല്ല ഹെൽപ്പ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് അല്ലേ, എവിടെയാണ് ഇറങ്ങേണ്ടത്. അതെ, എന്നൊരു പുതുമയായിരിക്കും. അതെ. മാത്രമല്ല ബസ് നല്ലോണം കണക്റ്റഡ് ആണ്. ഇവിടേക്ക് മെട്രോ ഇല്ല. കണക്ടിവിറ്റിയിലെ സിറ്റിയാണ് കൊച്ചി. മറ്റു സ്ഥലങ്ങളായിട്ട് നോക്കുമ്പോൾ എല്ലാം നമ്മുടെ ഒരു കൈയകലത്തിൽ വന്നു. മെട്രോ ഉണ്ട്, ബോട്ട് ഉണ്ട്, പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, ബസ് ഉണ്ട്, എന്ത് ഊബർ ഉണ്ട് അല്ലേ, പലതും ഉണ്ട്. ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾ അതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമാവാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പൊതുവേ ഒരു കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടും എന്തെങ്കിലും നമ്മൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കുന്ന സംഗതികളിലേക്ക് പോകാൻ എനിക്കിഷ്ടം. പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് അവരുടെ സമയം കണ്ടെത്തിയിട്ട് കാണുന്നതാണ് വ്ളോഗുകൾ. അപ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ച ഓരോ വ്ളോഗിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളൊരു അത്യധികമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വ്ളോഗ് ഞാൻ ചെറിയ ടൈമിലേ ചെയ്യാം. ഒരു 12-13 മിനിറ്റ് മാക്സിമം ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാഴ്ച കണ്ടൊരു ഫീൽ അവർക്ക് കിട്ടും. പക്ഷെ അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റു രീതികളുമായി ചിലപ്പോൾ പൊരുത്തപ്പെടണമെന്നില്ല, അത് ഫാസ്റ്റായിരിക്കില്ല. പക്ഷെ അത് ആ കാഴ്ച കിട്ടുന്നത് വരെ നമ്മളവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നിന്നിട്ടുണ്ട് ഒരു സ്ഥലത്ത് ആ കാഴ്ച കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് സ്ലോ ആയിട്ട് നമ്മളതിൻ്റെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വരും. ഈ വ്യത്യസ്തം വെച്ചാൽ കാഴ്ച ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ തോന്നും എൻ്റെ 20 മിനിറ്റ് വെറുതെ പോയില്ല, ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ആയാലും നമുക്കൊരു വളർച്ച ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സമയം. അത് വേറെ വിഷയമാണല്ലോ. നിങ്ങളുടെ ലക്ഷ്യം ശ്രദ്ധിക്കപ്പെടലല്ലോ, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ട് അരിമണിക്കേണ്ട കാര്യമില്ലല്ലോ.